ശ്യാംരാജ്, ഞാൻ നേരത്തെ താങ്കളോട് ചോദിക്കാൻ ശ്രമിച്ച ഒരു ചോദ്യമുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ നിങ്ങൾ തന്നെ ക്ലെയിം ചെയ്യുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ. മാധവ്ജി അങ്ങനെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് പൂജ അത് പഠിച്ച ആളുകൾക്ക് ചെയ്യാം, പൂജ നന്നായി പഠിച്ച പൂജ ചെയ്യാൻ അറിയുന്ന ആളുകൾക്കൊക്കെ പൂജ ചെയ്യാം, അതാണ് ഞങ്ങളുടെ നിലപാടെന്നൊക്കെ ഇടയ്ക്ക് പറയുമ്പോൾ ഇപ്പോൾ കെ എസ് രാധാകൃഷ്ണൻ ഒരു അഭിപ്രായം പറഞ്ഞത് കേട്ടിട്ട് ഇങ്ങനെ ബോംബ് വീണത് മാതിരി ഞെട്ടേണ്ടതുണ്ടോ? അതെന്തോ വലിയ അപരാധമായി പോയി എന്ന് തോന്നേണ്ടതുണ്ടോ? അഭിലാഷ്, എനിക്ക് ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം തരാം, പക്ഷേ എനിക്ക് നിങ്ങൾ സമയം തരണം. കാരണം എൻ്റെ കഴിഞ്ഞ തവണത്തെ ഉത്തരം പറയേണ്ട സമയത്താണ് ശ്രീ അക്കീരമൺ ഭട്ടതിരിപ്പാട് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ ഉത്തരം പറഞ്ഞിട്ട് ഞാൻ അവസാനം അഭിലാഷിന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം തരാം. ഒന്ന് നോക്കൂ, ഇവിടെ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം എന്താണ്? ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് തന്ത്രിമാരുടെ നിയമനം എങ്ങനെയായിരിക്കും എന്നാണ്. ആ കാര്യത്തിൽ ഉത്തരം പറയേണ്ട കോൺഗ്രസിന്റെ പ്രതിനിധി അതിന് ഉത്തരം പറയാതെ ഒളിച്ചോടിയിട്ട് എന്തൊക്കെയാണ് ഇവിടെ നിന്നിട്ട് പറയുന്നത്? എന്റെ സാറ്, നിങ്ങൾ ഭരിക്കുന്ന സമയമാണ്, കേരളം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് സർക്കാർ എന്താ, ഇന്ന് നിങ്ങളുടെ മന്ത്രി എന്താ, മുരളീധരൻ എന്താ പറഞ്ഞത്? സർക്കാർ നിസ്സഹായാവസ്ഥയിലാണ്. ഇതാ നിങ്ങളുടെ അവസ്ഥ. ഒരു തന്ത്രിയുടെ കാര്യത്തിൽ പോലും അഭിപ്രായം പറയാത്ത നിങ്ങളാണ് അയോധ്യ പോലുള്ള ഒരു ക്ഷേത്രത്തിന്റെ കാര്യത്തിലേക്ക് അഭിപ്രായം പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏത് കാലത്തായി വലിയ രാമസ്നേഹമൊക്കെ തുടങ്ങിയത്? എവിടെ പോയി? എന്നാലും നിങ്ങൾക്ക് വലിയ രാമസ്നേഹമൊക്കെ ഉണ്ടായിരുന്നത്? ഒരു കാര്യം ഞാൻ പറയാം, എന്തായാലും ഇവിടെ നിന്ന് ശബരിമലയിലുള്ള കൊള്ള മൊത്തം നടത്തിയിട്ട് നിങ്ങളുടെ അടൂർ പ്രകാശിനെയും കൊണ്ട് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഈ പോറ്റി പോയ പോലെ ഈ അയോധ്യയിൽ ആരും പോയിട്ടില്ല കേട്ടോ. അവിടെ കൃത്യമായിട്ട് 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, SIT അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്. അവിടെ കുറ്റം ചെയ്യുന്നവർ അറസ്റ്റിലാവുക തന്നെ ചെയ്യും. ഇനി നിങ്ങൾ വലിയ RSSനെ കുറിച്ചിട്ട് കാര്യം പറയുന്നത്, കോൺഗ്രസ്സുകാർക്ക് എന്ത് അർഹതയുണ്ട് എൻ്റെ അനൂപ് RSSനെ കുറിച്ചിട്ട് പറയാൻ? ഒരു കാര്യം ഞാൻ നിങ്ങളടക്കമുള്ള കേരളത്തിലെ ഈ രാജ്യത്തെ കോൺഗ്രസ്സുകാർ മുഴുവൻ കേൾക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഈ രാജ്യത്ത് 10 പേർ ഒരുമിച്ചിരിക്കുന്നിടത്ത് തൊട്ടടുത്തവന്റെ ജാതി ഏതെന്ന് അറിയാത്ത ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് RSSന്റെ ശാഖ അനൂപ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, തൊട്ടടുത്തിരിക്കുന്നവന്റെ ജാതി ഏതെന്ന് ചോദിക്കാതെ ഒരു ദിവസവും 1 മണിക്കൂർ ആളുകൾ ഒരുമിച്ചിരുന്ന് പാട്ട് പാടിയും കഥ പറഞ്ഞു പോകുന്ന ഒരു സ്ഥലത്തിന്റെ പേര് RSSന്റെ ശാഖ എന്നാണ്. ഇവിടെ അയുത്തം ബാബു അല്ലെങ്കിൽ മറ്റൊന്നും ബാബു അല്ലെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇന്ത്യയിലെ തന്നെ ഒരാളെന്ന് പറയുന്ന RSSന്റെ 3ാമത്തെ സർസംഘചാലകനായിരുന്നുള്ള ദേവറസ്ജിയാണ്. ഇനി അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ, നിങ്ങൾ നോക്കി, ഏറ്റവും കൂടുതൽ മിശ്ര വിവാഹം നടന്നിട്ടുള്ളത് ഞങ്ങളുടെ കൂട്ടത്തിലായിരിക്കും. വലിയ വർത്തമാനം പറഞ്ഞല്ലോ നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി, പറഞ്ഞല്ലോ ഇവിടെ ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾക്കൊരു MBBS എടുക്കാൻ വേണ്ടിയിട്ട് പോലും പാടാണെന്ന്. എന്തേ കേരളത്തിലും തെലങ്കാനയിലും അടക്കം മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഉള്ള അവസരം കിട്ടിയപ്പോൾ എന്താ ചെയ്തത്? കേരളത്തിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടുള്ള നിങ്ങളുടെ നേതാക്കന്മാരില്ലായിരുന്നോ? എന്തേ മുഖ്യമന്ത്രി നിങ്ങളാക്കാത്തത്? എന്താ കൊടുക്കുന്ന സുരേഷിന് അയോഗ്യത? എന്താ നിങ്ങൾ KPCC പ്രസിഡന്റ് ആക്കാത്തത്? തെലങ്കാന രേവന്ത് റെഡ്ഡിക്ക് മുമ്പ് കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട പിന്നാക്ക വിഭാഗത്തിലുള്ള നേതാക്കന്മാരില്ലായിരുന്നോ? അപ്പൊ ചുമ്മാ വർത്താനം പറയരുത് അനൂപ്, ചുമ്മാ വർത്താനം പറയുന്നിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരമില്ലാതാകുമ്പോൾ അതിനുപോലും ഉത്തരം പറയാതാകുമ്പോഴത്തേക്ക് വെറുതെ ഇരുന്നിട്ട് വർത്താനം പറയാൻ വേണ്ടിയിട്ട് പാടില്ല. ഇന്ന് ഈ കേരളത്തിൽ തന്നെ മാധവജിയുടെ കാര്യം പറഞ്ഞു. അബ്രാഹ്മണരായിട്ടുള്ള ആളുകൾക്കും പൂജ പഠിക്കുകയും പൂജ ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്ത്രവിദ്യാപീഠം സ്ഥാപിച്ച സംഘത്തിന്റെ RSSന്റെ പ്രചാരകനുള്ള പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. ഇനി ശബരിമലയിലെ കാര്യം ഞാൻ പറയാം. ശബരിമലയിലെ മലയേറിയ വിഭാഗത്തിന് അവിടെ മകരവിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം കൊടുക്കണമെന്ന് ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും RSS അടക്കമുള്ള സംഘടനകൾ പറഞ്ഞിട്ടുണ്ടെന്നേ. അങ്ങനെ സമൂഹത്തിലെ ഹിന്ദു സമൂഹത്തിനെ ഒത്തൊരുമിച്ച് നിർത്താനും ഒരേ രീതിയിൽ കൊണ്ടുവരാനും വേണ്ടിയിട്ട് ഇന്ന് ഈ രാജ്യത്ത് ശ്രമിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ RSS തന്നെയാണ്. എന്റെ അനൂപേ, അത് നിങ്ങൾക്കറിയില്ലായിരിക്കും. അത് നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ് ഈ ഉപ്പ് വെച്ച കാലം പോലെ കോൺഗ്രസ് ഇന്നിപ്പോൾ ഈ രാജ്യത്തിന് ഒരിടത്തും ഇല്ലാതെ പോയത്. അത് ഈ രാജ്യത്തിന്റെ മുഴുവൻ ആൾക്കാർക്കും അറിയാം. അതുകൊണ്ടാണ് ഇന്ന് ഈ രാജ്യത്തിലെ മുഴുവൻ ആളുകൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നത്. ഇനി പൊളിറ്റിക്കലി എടുത്തു നോക്കൂ, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ SC ST വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള MP-മാരുള്ളത്, MLA-മാരുള്ളത്, മുഖ്യമന്ത്രിമാരുള്ളത്, മന്ത്രിമാരുള്ളത് ഞങ്ങളുടെ കാലഘട്ടത്തിലാണെന്നേ. ഈ രാജ്യത്തിന് ആദ്യമായിട്ട് ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പ്രസിഡന്റ് ഉണ്ടായത് ഞങ്ങളുടെ കാലഘട്ടത്തിലാണെന്നേ. നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ സർസംഘചാലകന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ഇവിടെ അഭിലാഷ് തന്നെ പറഞ്ഞു. അതുപോലും അത് ഏതെങ്കിലും ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പിലൂടെ വരുന്നതല്ല. ഞാൻ പറയട്ടെ വരുന്നതല്ല. നിങ്ങളുടെ പ്രസിഡന്റുമാരുടെ അവസ്ഥ എന്താ? നിങ്ങളൊരു കുടുംബത്തിന് അപ്പുറത്തേക്ക് നിങ്ങളുടെ നേതാക്കന്മാരെ തീരുമാനിക്കാൻ നിങ്ങളെ കൊണ്ടുപറ്റുമോ? കോൺഗ്രസ് പാർട്ടിയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റിന്റെ പോട്ടെ ഇത്തവണ അവിടുത്തെ തീരുമാനം എടുക്കുന്നവരാ ഒരു കുടുംബമാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? അപ്പൊ ആദ്യം നിങ്ങളെ തിരുത്ത്. ആദ്യം നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ പറയേണ്ട ഉത്തരത്തിന് ഉത്തരം പറയും. അതിനുശേഷം ഞങ്ങളോട് പറയാം. ഒരു കാര്യം പറയാം, ജാതീയതയ്ക്കെതിരെ പറഞ്ഞ കാര്യത്തിലും ഹിന്ദു സമൂഹത്തിലെ ഐക്യത്തിലൊന്നും RSSനെ പഠിപ്പിക്കാൻ വേണ്ടി BJPയെ പഠിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാരൻ വരണ്ട. കാരണം നിങ്ങൾ അതിന് മാത്രം ഒന്നും ആയിട്ടില്ല. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മൊത്തം അറിയാം. പിന്നെ ഇവിടെ അഭിലാഷ് ചോദിച്ചു, അഭിലാഷ് ഇവിടുത്തെ പ്രശ്നം അറിയോ? ഇവിടെ സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമാണ്. ഞങ്ങൾക്ക് ഇതിനകത്ത് അഭിപ്രായം
അഭിപ്രായം പറയുന്നതിലോ രാധാകൃഷ്ണൻ സാർ പറഞ്ഞത് തെറ്റാണെന്നുള്ള ഒന്നും അല്ല എനിക്ക് പ്രശ്നം. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞോളട്ടെ. ഇതെന്തോ വലിയ നിങ്ങൾ സൂചിപ്പിച്ചോ ഷോക്കിംഗ് ആണെന്നോ ഒന്നും അല്ല പ്രശ്നം. ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഞങ്ങളുടെ നിലപാട് തന്നെ, ഇപ്പൊ ദേവസ്വം വിഷയത്തിൽ ഞങ്ങളുടെ നിലപാടെന്താ? രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അഫിനിറ്റി ഉള്ളവരല്ല, അല്ലെങ്കിൽ ഭക്തിയില്ല, മറ്റേ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളല്ല ദേവസ്വം കൈയാളേണ്ടത് എന്ന് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണെന്നേ. പൊളിറ്റിക്കൽ പാർട്ടികളല്ല ക്ഷേത്രഭരണം കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. ഞങ്ങളുടെ തന്നെ സ്കൂൾ ഓഫ് തോട്ടിലുള്ള മറ്റു പ്രസ്ഥാനങ്ങൾ അതിനകത്ത് അഭിപ്രായം പറയും. ഇപ്പോൾ മാധവജിയുടെ കാര്യം നിങ്ങൾ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം ആർഎസ്എസിന്റെ പ്രചാരണമായിരുന്നു. ഞങ്ങളെല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹം തന്ത്രവിദ്യാപീഠം സ്ഥാപിച്ചു. അവിടെ ധാരാളമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആൾക്കാർ പഠിച്ചു പോയി. ഇന്ന് കേരളത്തിൽ എത്രയോ ക്ഷേത്രങ്ങളില്ല. കേരളത്തിലെ ക്ഷേത്ര കേരളത്തിൽ എത്രയോ ക്ഷേത്രങ്ങളിൽ അബ്രാഹ്മണ പൂജാരിമാരുണ്ട്. അവരൊക്കെ പൂജ ചെയ്യുന്നുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ പിന്നെ ശബരിമലയിൽ മാത്രം എന്താ മലയാള ബ്രാഹ്മണരെ മേൽശാന്തിയാകാവുള്ളൂ, താഴമൺ കുടുംബാംഗങ്ങളെ തന്ത്രിയാവാൻ പാടുള്ളൂ എന്ന നിബന്ധന എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. അബ്രാഹ്മണർ അവിടെ പൂജ ചെയ്താൽ ശബരിമലയിൽ മാത്രം എന്തെങ്കിലും പ്രത്യേകമായി സംഭവിക്കുമോ? കുഴപ്പം അഭിലാഷ, ഞാനതിന് ഉത്തരം പറഞ്ഞേനെ. ഞാൻ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ, ഞാൻ അതിന് ഉത്തരം പറയുമായിരുന്നു. ഞാൻ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ, ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടി അല്ല ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് എന്നുള്ള ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണെന്നേ. അതുകൊണ്ടാണ്, അതാണ് ഞാൻ ഞങ്ങളുടെ സ്കൂൾ ഓഫ് തോട്ടിലെ തന്നെ മറ്റ് സംഘടനകൾ ഇക്കാര്യത്തിൽ സൈലന്റ് ആണോ? അവർക്ക് അതിനകത്ത് വ്യക്തവും ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങളില്ലേ? അവർ പറയട്ടെ. ഞങ്ങൾ പറയുന്നത് ഇതിനകത്ത് അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായം പറയേണ്ട ഒരു വിഷയമല്ല എന്നുള്ളത് മാത്രമാണ്. അതിനർത്ഥം മറ്റാർക്കും അഭിപ്രായം പറയാൻ പാടില്ല എന്നോ ഭക്തർക്ക് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് പാടില്ല എന്നൊന്നുമില്ല. ഞങ്ങൾക്ക് BJP ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും പ്രശ്നമല്ല എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? സർക്കാരിന്റെ നിലപാട് ഇതിനകത്ത് എന്താണ്? ഇപ്പൊ നോക്കൂ, പഴയ മന്ത്രി പുറത്തും തന്ത്രി അകത്തുമായിരുന്നേ. അതായത് ഇവിടുത്തെ ഭരണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടിയിരുന്ന മന്ത്രി പുറത്തായിരുന്നു, തന്ത്രി മാത്രമാണ് അകത്തായിരുന്നത്. നമ്മളിപ്പോ പലപ്പോഴും തലയിൽ മുണ്ടിട്ട് പോവാന്ന് ഒളിച്ചു പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ തലയിൽ ഒറ്റക്കാര്യം, അതായത് തലയിൽ മുണ്ട് പോയിട്ട് ഹെൽമെറ്റ് പോലും വെക്കാതെ കെ മുരളീധരനെ വീട്ടിൽ പോയി കണ്ടത് എന്തിനാ? ഇവര് രണ്ടുപേരും കൂടെ കൂടിയിട്ടുള്ള കള്ളക്കളിയിൽ ഇതിനകത്ത് വന്നിട്ടുള്ളത്. ശരി, ചെന്നിത്തല കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതിന് ഉത്തരം പറയട്ടെ കോൺഗ്രസിന്റെ പ്രതിനിധി, അല്ലാതെ RSSനെ പഠിപ്പിക്കാനൊക്കെ ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇവരുടെ കാര്യം നോക്കട്ടെന്ന്. ആ കാര്യം നോക്കിയിട്ട് ഇവിടെ ഭരണപരമായിട്ട് നിയമപരമായിട്ട് നയപരമായിട്ടുള്ള കാര്യം എന്താ ചെയ്യാൻ വേണ്ടി പറ്റുന്നവർ പറയട്ടെ. പറയാനൊന്നും ഉത്തരവില്ല, എന്തേലും പറഞ്ഞുകൊണ്ടിരുന്നു. അത് ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. ശരി,